CADന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡീഫോൾട്ട് വർക്ക് സ്പേസ് ഇൻ ഓട്ടോകാഡ് ഓട്ടോകാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന വർക്ക് സ്പേസ് ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഓട്ടോകാഡ് ക്ലാസിക്, ഓപ്ഷൻ ബി ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, ഓപ്ഷൻ സി 3D ബേസിക്സ് ആൻഡ് ഓപ്ഷൻ ഡി 3D മോഡലിംഗ്. സോ ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്ന വർക്ക് സ്പേസ് ഓട്ടോകാഡിൽ ഏതാണ്? ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ് അല്ലെ. ഓപ്ഷൻ ബി ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. ഇനിയും എത്ര നമ്പർ ഓഫ് വർക്ക് സ്പേസ് ഉണ്ട് ഓട്ടോകാഡില്? 3 ടൈപ്സ് ഓഫ് വർക്ക് സ്പേസ് ആണ് ഓട്ടോകാഡിൽ ഉള്ളത്. ഏതൊക്കെയാണ്? ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, 3D ബേസിക്സ്, 3D മോഡലിംഗ്. 3 ടൈപ്സ് ഓഫ് വർക്ക് സ്പേസ് ആണ് ഉള്ളത്. ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, 3D ബേസിക്സ്, 3D മോഡലിംഗ്. ഡീഫോൾട്ട് ആയിട്ട് കിടക്കുന്നത് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിമ്പിൾ ക്യാൻ ബി യൂസ് ടു സ്പെസിഫൈ ആംഗിൾ ഫോർ മേക്കിംഗ് ആൻ ഇൻക്ലൈൻഡ് ലൈൻ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓൾറെഡി പോളാർ കോർഡിനേറ്റ്സ് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ആംഗിളിനെ സ്പെസിഫൈ ചെയ്യുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടതായിരുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ ലെങ്ത് വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. സോ ആ ലൈൻ എക്സ് ആക്സിസുമായിട്ട് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോകാഡിൽ എങ്ങനെയായിരുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തത്? അറ്റ് ആദ്യമേ ലൈൻ്റെ ലെങ്ത് എഴുതും, അതിനുശേഷം ആംഗിളിന്റെ സിമ്പിൾ റെപ്രസെന്റ് ചെയ്തിട്ട് 45 എന്നായിരുന്നു എഴുതിയത് അല്ലേ. അറ്റ് കാണിക്കുന്നത് റിലേറ്റീവ് കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ് അറ്റ് കാണിക്കുന്നത്. സോ പോളാർ കോർഡിനേറ്റ്സിലും റിലേറ്റീവ് കോർഡിനേറ്റ്സിലും നമ്മൾ അറ്റ് കാണിക്കാറുണ്ട് അല്ലെ. ഓർമ്മയുണ്ടല്ലോ, 3 ടൈപ്സ് ഓഫ് കോർഡിനേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അബ്സല്യൂട്ട് കോർഡിനേറ്റ്, പോളാർ കോർഡിനേറ്റ്, അതേപോലെ തന്നെ റിലേറ്റീവ് കോർഡിനേറ്റ്. അബ്സല്യൂട്ട് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു 0 ആണ് അവിടുത്തെ യൂണിറ്റ് ലെങ്ത് എല്ലാം നമ്മൾ ഡയമെൻഷൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. റിലേറ്റീവ് കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു പ്രീവിയസ് പോയിന്റ് ആണ് നെക്സ്റ്റ് പോയിന്റ്സ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി പോളാർ കോർഡിനേറ്റ്സ് ആണെങ്കിൽ ഒരു ഇൻക്ലിനേഷനിൽ വരുമ്പോൾ 45 ഡിഗ്രി ഇൻക്ലിനേഷനിലൊക്കെ ലൈൻ വരുമ്പോഴാണ്, അല്ലെന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി എത്ര ആയിക്കോട്ടെ, ഒരു ആംഗിൾ ഇൻക്ലിനേഷൻ വരുമ്പോഴാണ് പോളാർ കോർഡിനേറ്റ്സ് നമ്മൾ യൂസ് ചെയ്തത്. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിളിനെ സ്പെസിഫൈ ചെയ്യുന്ന സിമ്പിൾ ഏതാണെന്നാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 3. What is the maximum number of sides with which a polygon can be made in AutoCAD? ഒരു ഓട്ടോകാഡില് പോളിഗൺ ഡ്രോ ചെയ്യാനായിട്ട് മാക്സിമം എത്ര നമ്പർ ഓഫ് സൈഡ്സ് വരെ പറ്റും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 512, ഓപ്ഷൻ സി 1024 ആൻഡ് ഓപ്ഷൻ ഡി there is no limitation on number of sides. സോ ആൻസർ എന്താണ്? 1024 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനിയും ഈ ക്വസ്റ്റ്യനിൽ മാക്സിമത്തിന് വരും ഒരു മിനിമം നമ്പർ ഓഫ് സൈഡ്സ് ആണ് ചോദിക്കുന്നത്. എങ്കിൽ എത്ര വരും? മിനിമം നമ്പർ ഓഫ് സൈഡ്സ് വിത്ത് വിച്ച് എ പോളിഗൺ ക്യാൻ ബി മെയ്ഡ് ഇൻ ഓട്ടോകാഡ് ചോദിക്കുന്നെങ്കിൽ ആൻസർ വരുന്നത് 3 ആണ്. ഓക്കെ ആണല്ലോ. സോ ഓട്ടോകാഡിൽ ഒരു പോളിഗൺ ഡ്രോ ചെയ്യാനായിട്ട് മിനിമം നമ്പർ ഓഫ് സൈഡ്സ് നമുക്ക് 3 ആണ് വേണ്ടത്. അതേപോലെ തന്നെ മാക്സിമം നമ്പർ ഓഫ് സൈഡ്സ് 1024 വരെ പറ്റത്തുള്ളൂ. 1024 നമ്പർ ഓഫ് സൈഡ്സ് വരെ ഒക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. What will you use on command line to make with length 8 units at an angle of 60 degree with respect to positive direction of x-axis, assuming you use line command and the first point is not at origin? So, ഇതിന്റെ ഒരു ടൈപ്പ് നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ ഉണ്ട്, ലൈനിന്റെ ലെങ്ത് വരുന്നത് 8 യൂണിറ്റ്സ് ആണ്. ഇനിയും ഈ ഒരു ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് എക്സ് ആക്സിസുമായിട്ട്
60 ഡിഗ്രിയിലാണ്. അതായത് ഈ ലൈനിന്റെ ലെങ്തും തന്നിട്ടുണ്ട്, പിന്നെ ഈ ലൈനിന്റെ ഇൻക്ലിനേഷനും തന്നിട്ടുണ്ട്. ഇനി അവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പോയിന്റ് ഓഫ് ലൈൻ ഈസ് നോട്ട് അറ്റ് ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതൊരു പോളാർ കോർഡിനേറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. സോ ലെങ്ത് വരുന്നത് 8 യൂണിറ്റ്സും ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയിലുമാണ്. സോ എങ്ങനെയാണ് എഴുതുന്നത്? ഓൾറെഡി നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, അറ്റ് എഴുതിയിട്ട് അറ്റ് എഴുതിയിട്ട് പിന്നെ ലെങ്ത് എഴുതും. ലെങ്ത്തിന് ശേഷം ആംഗിളിന്റെ സിമ്പൽ കൊടുത്തിട്ട് എത്രയാണോ ആംഗിളിന്റെ വാല്യൂ അത് എഴുതും. അല്ലേ? ഇങ്ങനെയായിരുന്നു ഓട്ടോ ക്യാഡിൽ റെപ്രസെന്റ് ചെയ്ത് കൊടുത്തത്. ഈ അറ്റ് എന്തിനെയാ കാണിക്കുന്നത്? അതായത് റിലേറ്റീവ് കോർഡിനേറ്റ്സ് നെയാണ് കാണിക്കുന്നത്. നമ്മൾ മെഷർമെന്റ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ അല്ല എന്നതാണ് അറ്റ് കാണിക്കുന്നത്. സോ ആൻസർ ഏതാ ഇതിന്റെ അകത്ത് വരുന്നത്? ഫസ്റ്റ് ആണോ 60 ആംഗിൾ 8? ബി, ഓപ്ഷൻ ബി 8 ആംഗിൾ 60, ഓപ്ഷൻ സി അറ്റ് 60 ആംഗിൾ 8 ആൻഡ് ഓപ്ഷൻ ഡി അറ്റ് 8 ആംഗിൾ 60. സോ കറക്റ്റ് ആൻസർ നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലേ? സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അറ്റ് 8 ആംഗിൾ 60. ഇനി ഇത് ഒറിജിൻ അല്ലാത്തത് കൊണ്ടാണ്, അതായത് ഇതിന്റെ റിലേറ്റീവ് കോർഡിനേറ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ അറ്റ് എഴുതിയത്. ഇനി ഇതിപ്പോ ഇവര് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഈ അറ്റിന്റെ ആവശ്യമില്ല കേട്ടോ, ഈ അറ്റിന്റെ ആവശ്യമില്ല. ഇനിയോ ക്വസ്റ്റ്യൻ നമ്പർ 5. What will you enter on the command line to make a rectangle using rectangle tool with length 6 unit and width 4 unit? The rectangle is not starting at origin points. So ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നതും കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നാണ്. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതുണ്ടോ? ഈ റെക്റ്റാങ്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ പോയിന്റിൽ നിന്നല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊരു റിലേറ്റീവ് കോർഡിനേറ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനിയും റെക്റ്റാങ്കിളിന്റെ കമാൻഡ് എന്തായിരുന്നു? REC ആയിരുന്നു അല്ലേ? ഇനി ഇത് നോക്കിക്കേ, ഇവര് പറഞ്ഞിരിക്കുന്നത് റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 യൂണിറ്റ്സും അതേപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സും ആണ്. അപ്പം റിലേറ്റീവ് കോർഡിനേറ്റ്സിൽ നമ്മൾ ഓട്ടോ ക്യാഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ടൈപ്പ് ചെയ്ത് കൊടുത്തത്? ഓർമ്മയുണ്ടോ? അറ്റ് എക്സ് കോമ വൈ എന്നായിരുന്നു ടൈപ്പ് ചെയ്യുന്നത് അല്ലേ? അറ്റ് എക്സ് കോമ വൈ എന്നായിരുന്നു ടൈപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ വരും? അറ്റ് ഇവിടുത്തെ എക്സ് ആക്സിസിൽ ഉള്ള ലെങ്ത് എത്രയാണ്? 6 യൂണിറ്റ്സ് അല്ലേ? അപ്പം അറ്റ് 6 കോമ വൈ, എലോങ് വൈ വരുന്നത് വിഡ്ത്ത് ആണ്. വിഡ്ത്ത് എത്രയാ തന്നിരിക്കുന്നത്? 4 യൂണിറ്റ്സ് ആണ്. സോ ആൻസർ വരുന്നത് അറ്റ് 6 കോമ 4 ആണ്. സോ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് കമാൻഡ് cannot be used for editing mtext? mtext എന്താണ്? മൾട്ടി ലൈൻ ടെക്സ്റ്റിനെയാണ് mtext എന്ന് പറയുന്നത് അല്ലെ? അതായത് ഇപ്പം സിംഗിൾ ലൈൻ അല്ല, മൾട്ടി ലൈൻ വരുന്ന ടെക്സ്റ്റിനെയാണ് നമ്മൾ mtext എന്ന് പറയുന്നത്. അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കമാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ empty എഡിറ്റ്, ഓപ്ഷൻ ബി ടെക്സ്റ്റ് എഡിറ്റ്, ഓപ്ഷൻ സി ടി എഡിറ്റ്, ഓപ്ഷൻ ഡി എഡിറ്റ് ടെക്സ്റ്റ്. ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ബാക്കി മൂന്നും ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ടെക്സ്റ്റ് എഡിറ്റ് തന്നെയാണ് ടി എഡിറ്റ് എന്നും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടിലേതേലും നമുക്ക് ടൈപ്പ് ചെയ്താൽ മതിയാകും. Question number 7. Which layer is automatically created when a dimension is added to the drawing? നമ്മുടെ ഒരു ഡ്രോയിങ് ഉണ്ട്. ആ ഡ്രോയിങ്ങിൽ ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുന്ന ലെയർ ഏതാണ്? ഓപ്ഷൻ എ ലെയർ 0, ഓപ്ഷൻ ബി ലെയർ 1, ഓപ്ഷൻ ബി ഡിഫൈൻ പോയിന്റ്സ്, ഓപ്ഷൻ ഡി ഡിം. സോ ഇതിൻ്റെ അകത്ത് ആൻസർ വരുന്ന ഏതാണ്?
ഓപ്ഷൻ സി ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ഒരു ഡ്രോയിങ്ങിലോട്ട് ഡയമെൻഷൻസ് ആഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഡെഫ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡെഫ് പോയിന്റ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ പോയിന്റ് ആണ്, ഡെഫിനിഷൻ പോയിന്റ്സ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. To plot only a particular portion of drawing, which option can be selected in plot area panel of plot window? അതായത് ഒരു ഡ്രോയിങ് വരച്ചതിന് ശേഷം നമുക്ക് ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രം, ആ ഒരു ഡ്രോയിങ്ങിൽ നിന്നും പെർട്ടിക്കുലർ പോർഷൻ മാത്രം സെലക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്ലോട്ട് ഓപ്ഷൻ ഏതാണ്? ഓക്കെ, അല്ലെ പ്രിന്റ് നമ്മൾ പ്രിന്റും പ്ലോട്ടും ഒന്നാണല്ലോ. അപ്പം പ്ലോട്ട് ഏരിയയില് ഏത് വേണം, ഈ ഒരു ഇതിൻ്റെ അകത്ത് ഏത് വേണം, ഏത് ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്? നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ പോർഷൻ ഓഫ് ഡ്രോയിങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്? ഫസ്റ്റ് ഡിസ്പ്ലേ, സെക്കൻഡ് വിൻഡോ, തേർഡ് ലിമിറ്റ്സ്, ഫോർത്ത് എക്സ്റ്റെൻഡ്. ഏതായിരിക്കും കൊടുക്കുന്നത്? വിൻഡോ ആയിരിക്കും കൊടുക്കുന്നത്, വിൻഡോ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി നോക്കിക്കേ, ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ഡ്രോയിങ് ഏരിയയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും പ്ലോട്ട് ചെയ്യാനായിട്ടാണ് ഡിസ്പ്ലേ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. വിൻഡോ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ പോർഷനിലെ പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ മാത്രം പ്ലോട്ട് ചെയ്യാനായിട്ടാണ് വിൻഡോ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലിമിറ്റ്സ്. ലിമിറ്റ്സ് എന്ന് പറയുന്നത് അതായത് കറണ്ട് ഗ്രിഡ് ലിമിറ്റ്സിലുള്ള ഒബ്ജക്ട്സിനെ പ്ലോട്ട് ചെയ്യാനായിട്ടാണ് ലിമിറ്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് എക്സ്റ്റെൻസ്. എക്സ്റ്റെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡ്രോയിങ്ങിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും പ്രിന്റ് ചെയ്യാനായിട്ടാണ് എക്സ്റ്റെൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്ന പർട്ടിക്കുലർ പോർഷൻ ആണ്, അതുകൊണ്ട് തന്നെ വരുന്നത് ഓപ്ഷൻ ഡി വിൻഡോയാണ്. നെക്സ്റ്റ്, ഹൗ ക്യാൻ യു ചേഞ്ച് സൈസ് ഓഫ് ഡ്രോയിങ് ഇൻ യുവർ ഫൈനൽ പ്ലോട്ട്? അതായത് പ്രിന്റ് ചെയ്യാൻ നേരം സൈസ് ഓഫ് ഡ്രോയിങ് നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഓപ്ഷൻ എ ബൈ ചേഞ്ചിങ് ദ പേപ്പർ സൈസ്, ഓപ്ഷൻ ബി ബൈ ചേഞ്ചിങ് ദ പ്ലോട്ട് ഏരിയ, ഓപ്ഷൻ സി ബൈ ചേഞ്ചിങ് പ്ലോട്ട് സ്കെയിൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? പ്ലോട്ട് സ്കെയിൽ ചേഞ്ച് ചെയ്താൽ ഡ്രോയിങ്ങിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വൈൽ പ്ലോട്ടിംഗ് ചെയ്യുന്ന അല്ലെ പ്രിന്റിങ് ചെയ്യുന്ന സമയത്ത് ഡ്രോയിങ്ങിന്റെ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് പ്ലോട്ട് സ്കെയിൽ ചേഞ്ച് ചെയ്താൽ മതിയാകും. സോ ഇതിൻ്റെ അകത്തെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ സി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു യൂസ് സോളിഡ് എക്സ്ട്രൂഡ് കമാൻഡ് ഇൻ ആൻ ഓപ്പൺ 2-dimensional ജോമെട്രി? അതായത് 2-dimensional ജോമെട്രിയിലാണ് നമ്മൾ എക്സ്ട്രൂഡ് കമാൻഡ് യൂസ് ചെയ്യുന്നത് എങ്കിൽ എന്ത് പറ്റും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 3D മോഡലിംഗിലെ ക്വസ്റ്റ്യൻ. 3-dimensional മോഡലിംഗ് നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? 3 ടൈപ്സ് ഓഫ് ത്രീ-ഡയമെൻഷൻ മോഡലിംഗ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. സോളിഡ് മോഡലിംഗ്, അതേപോലെ തന്നെ വയർ ഫ്രെയിം മോഡലിംഗ്, സർഫസ് മോഡലിംഗ് അല്ലെ? 3 ടൈപ്സ് ഓഫ് മോഡലിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിന്റെ കമാൻഡ്സും എല്ലാം നമ്മൾ കണ്ടതായിരുന്നു. ഇവിടെ പറയുന്നതെന്ന് പറയുന്നത് എക്സ്ട്രൂഡ് നമ്മൾ ഒരു ഓപ്പൺ 2D ജോമെട്രിയിൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ നോക്കിക്കേ, ഇറ്റ് വിൽ നോട്ട് ക്രിയേറ്റ് എക്സ്ട്രൂഷൻ. ഓപ്ഷൻ ബി, ഇറ്റ് വിൽ എക്സ്ട്രൂഡ് എ സർഫസ്. ഓപ്ഷൻ സി, കമാൻഡ് ലൈൻ വിൽ പ്രോംപ്റ്റ് യു ടു മേക്ക്
closed boundary before using extrude command. Option D, regions will be created from extrusion. സോ നമ്മൾ ഓൾറെഡി ഇത് കണ്ടതായിരുന്നു. അതായത് 2 ഡയമെൻഷണൽ ജോമെട്രിയിലെ എക്സ്ട്രൂഡ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്താൽ സർഫസ് ആയിരിക്കും നമുക്കൊരു 3 ഡയമെൻഷണൽ സർഫസ് മോഡൽ ആയിരിക്കും കിട്ടുന്നത്. ഓർമ്മയുണ്ടല്ലോ, ഓൾറെഡി പറഞ്ഞായിരുന്നു എക്സ്ട്രൂഡ്, റിവോൾവ്, സ്വീപ്പ്, ലോഫ്റ്റ് ഇതൊക്കെ നമുക്ക് സോളിഡ് മോഡലിങ്ങിനും അതേപോലെ തന്നെ സർഫസ് മോഡലിങ്ങിനും യൂസ് ചെയ്യാം. ഇനി അത് ഓപ്പൺ 2 ഡയമെൻഷണൽ ജോമെട്രി ആണെങ്കിൽ അവിടെ സർഫസ് മോഡൽ ആകും. അതേസമയം അത് ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് സോളിഡ് 3 ഡയമെൻഷണൽ മോഡൽ ആയിരിക്കും എന്നതാണ് വ്യത്യാസം വരുന്നത്. സോ ഇവിടെ ഇപ്പൊ അവർ ചോദിച്ചേക്കുന്ന 2 ഡയമെൻഷണൽ ഓപ്പൺ ജോമെട്രിയിൽ നമ്മൾ എക്സ്ട്രൂഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒരു സർഫസ് ആയിരിക്കും, 3 ഡയമെൻഷണൽ സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ. ഇറ്റ് വിൽ എക്സ്ട്രൂഡ് എ സർഫസ് എന്നതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനിയും ഹൗ മെനി വർക്ക് സ്പേസസ് ആർ അവൈലബിൾ ഇൻ ഓട്ടോകാഡ് ഫോർ 3D ഡ്രോയിങ്? ഇത് ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞതായിരുന്നു. എത്ര ടൈപ്സ് ഓഫ് വർക്ക് സ്പേസ് ആണ് ഓട്ടോകാഡിലുള്ളത്? 3 അല്ലേ? 3 ആയിരുന്നു. സോറി, ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഹൗ മെനി വർക്ക് സ്പേസസ് ആർ അവൈലബിൾ ഇൻ ഓട്ടോകാഡ് ഫോർ 3 ഡയമെൻഷണൽ ഡ്രോയിങ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ അവർ ചോദിച്ചേക്കുന്ന ഹൗ മെനി വർക്ക് സ്പേസസ് ആർ അവൈലബിൾ ഇൻ ഓട്ടോകാഡ് എന്ന് ചോദിച്ചാൽ ആൻസർ എന്തായിരുന്നു? 3 ആയിരുന്നു വരേണ്ടത്. പക്ഷെങ്കിൽ അവർ ചോദിച്ചിരിക്കുന്ന ഹൗ മെനി വർക്ക് സ്പേസസ് ആർ അവൈലബിൾ ഇൻ ഓട്ടോകാഡ് ഫോർ 3D ഡ്രോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എത്രയാണ് വരുന്നത്? അറിയാവല്ലേ നമുക്ക്. വർക്ക് സ്പേസസ് ഏതൊക്കെയായിരുന്നു? ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ, 3D ബേസിക്സ്, 3D മോഡലിംഗ്. സോ 3D ഡ്രോയിങ്ങിന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? 3D ബേസിക്സും 3D മോഡലിങ്ങും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 2 ആണ്. Question number 12. To create fillet or chamfer on all connected edges of a 3D solid, which subcommand is used? അതായത് 3D സോളിഡിലെ എല്ലാ കണക്റ്റഡ് എഡ്ജസും ഒറ്റയടിക്ക് ഫില്ലറ്റിലെ ചാംഫർ ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്? ലൂപ്പ്. ഓപ്ഷൻ എ ലൂപ്പ്, ഓപ്ഷൻ ബി ചെയിൻ, ഓപ്ഷൻ സി മൾട്ടിപ്പിൾ, ഓപ്ഷൻ ഡി എഡ്ജ്. ഏതാണ് വരുന്നത്? അതായത് ഒറ്റയടിക്ക് നമുക്ക് ഫില്ലറ്റിലെ ചാംഫർ ജോമെട്രി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്ന് പറയുന്നത് ലൂപ്പ് ആണ്. ഓക്കെ, ലൂപ്പ് കമാൻഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബൂലിയൻ ഓപ്പറേഷൻ ഇൻ ഓട്ടോകാഡ് 3D? സോ ബൂലിയൻ ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, നമ്മൾ പഠിച്ചായിരുന്നു. 3 ടൈപ്സ് ഓഫ് ബൂലിയൻ ഓപ്പറേഷൻ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? യൂണിയൻ, സബ്സ്ട്രാക്ട്, ഇന്റർസെക്ട് അല്ലേ? നമ്മൾ ഓൾറെഡി അത് കണ്ട കാര്യമായിരുന്നു. സോ ഇതിനകത്ത് നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബൂലിയൻ ഓപ്പറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ യൂണിയൻ, ഓപ്ഷൻ ബി സബ്ട്രാക്ട്, ഓപ്ഷൻ സി ഇന്റർസെക്ട് ആൻഡ് ഓപ്ഷൻ ഡി ഡിവൈഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണല്ലേ വരുന്നത്. ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്. ഇതിൻ്റെ അകത്ത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ബൂലിയൻ ഓപ്പറേഷൻ അല്ലാത്തതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബൂലിയൻ ഓപ്പറേഷൻ ഏതൊക്കെയാണ്? യൂണിയൻ, സബ്ട്രാക്ട്, ഇന്റർസെക്ട്. യൂണിയൻ എന്ന് പറയുമ്പോൾ 2 ഒബ്ജക്ട്സിനെ ഒന്നാക്കുക അല്ലെ? 2, അതായത് 2D സോളിഡോ അല്ലെന്നുണ്ടെ 3D സർഫസ്, 3D സോളിഡ്, ഇതിനെ ഇത്രയും കാര്യത്തിനെ ഇതിലേതിനേലും ഒന്നാക്കുന്ന 3D സോളിഡ് ആക്കി മാറ്റുന്നതിനെയായിരുന്നു യൂണിയൻ എന്ന് പറയുന്നത്. അതേ സമയം സബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടുന്ന പോർഷൻ മാറ്റി കളയുക, നമ്മൾ സെലക്ട് ചെയ്യുന്ന പോർഷനെ റിമൂവ് ചെയ്യുക എന്നതാണ് സബ്ട്രാക്ട് എന്ന് പറയുന്ന ബൂളിയൻ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്റർസെക്ട് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? 2 ജോമെട്രി തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ ഇന്റർസെക്ട് ചെയ്യുന്ന ഏരിയ മാത്രം സെലക്ട് ചെയ്ത് മാറ്റുക.
ആ ഒരു ഏരിയ മാത്രമാണ് നമുക്ക് വേണ്ടുന്നത് എന്നുണ്ടെങ്കിലാണ് ഇന്റർസെക്റ്റ് യൂസ് ചെയ്യുന്നത്. അതേസമയം യൂണിയൻ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അതായത് ഇപ്പൊ നമ്മുടെ ഒരു 2D സർഫസോ അല്ലെന്നുണ്ടെങ്കിൽ 3D സർഫസ് അല്ലെന്നുണ്ടെങ്കിൽ 3D സോളിഡ്സ് എന്തും ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഒരു 3D ജോമെട്രി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് കമ്പൈൻ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ യൂണിയൻ യൂസ് ചെയ്തത്. സബ്ട്രാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ മാത്രം മാറ്റണം. ഇനി ഇന്റർസെക്റ്റ് എന്ന് പറയുമ്പോൾ ആ ഇന്റർസെക്ഷൻ പോർഷൻ മാത്രം നമുക്ക് മതി എന്നുണ്ടെങ്കിലാണ് ഇന്റർസെക്റ്റ് ബൂലിയൻ ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. Question number 14. To make a geometry on the surface other than on XY plane, which status bar tool can be used? അതായത് XY പ്ലെയിന്, നമ്മുടെ കോമൺ XY പ്ലെയിൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പ്ലെയിനിലാണ് നമുക്ക് ജോമെട്രി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റസ് ബാർ ടൂൾ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓപ്ഷൻ എ സെലക്ഷൻ സൈക്ലിംഗ്, ഓപ്ഷൻ ബി ഡൈനാമിക് ഇൻപുട്ട്, ഓപ്ഷൻ സി ഡൈനാമിക് UCS, ഓപ്ഷൻ ഡി 3D ഒബ്ജക്റ്റ് സ്നാപ്പ്. ഓൾറെഡി പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ XY പ്ലെയിൻ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്, അല്ലെ വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ ഒരു ജോമെട്രി ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ പറഞ്ഞ പേരായിരുന്നു അബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്ന്. ഇനിയും നമ്മൾ യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, അല്ലേ? അത് നമ്മൾ എപ്പോഴായിരുന്നു യൂസ് ചെയ്തത്? യൂസർ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് കോംപ്ലക്സ് ജോമെട്രി ഒക്കെ വരുമ്പോഴായിരുന്നു നമ്മൾ യൂസ് ചെയ്തത്. അവിടെ നമ്മൾ യൂസർ ആണ്, ഒരു കസ്റ്റം കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ചെയ്യുന്നത്. സോ ഒരു ജോമെട്രി നമുക്ക് അതർ ദാൻ XY പ്ലെയിനിൽ ജോമെട്രി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ഡൈനാമിക് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, ഡൈനാമിക് കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. Question number 15. To extract a common region between two interfering solid, which Boolean operation can be used? ഇത് ഓൾറെഡി നമ്മൾ കണ്ടയാണ്. രണ്ട് ഇന്റർഫിയറിങ്സ്, അതായത് രണ്ട് സോളിഡ്സിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ അതിന്റെ ഇന്റർഫിയറിംഗ് പോർഷനെ മാത്രം, അതിന്റെ ഇന്റർസെക്റ്റിംഗ് പോർഷനെ മാത്രം സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ബൂലിയൻ ഓപ്പറേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് എ യൂണിയൻ, ഓപ്ഷൻ ബി സബ്സ്ട്രാക്ട്, ഓപ്ഷൻ സി ഇന്റർസെക്ട്, ഓപ്ഷൻ ഡി ആഡ്. നമ്മൾ ഓൾറെഡി ഇത് കണ്ടയാണ്. ആ ഇന്റർസെക്ഷൻ പോർഷനിലെ ജോമെട്രി മാത്രം മതി, ആ ഒരു റീജിയൻ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റർസെക്ട് ആയിരുന്നു, അല്ലേ? ഓപ്ഷൻ സി ഇന്റർസെക്ട് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.